എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ രാജ്യത്തെ കുറേയധികം യുവജനങ്ങളുടെ ഒരു പുതിയ കൂട്ടായ്മ വന്നിട്ടുണ്ട്. അതിനെ കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP എന്നാണ് പേര്. കുറച്ച് മലയാളീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പാറ്റ ജനതാ പാർട്ടി അഥവാ കൂറ ജനതാ പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഇവർക്ക് കുറേയധികം ലക്ഷ്യങ്ങളുണ്ട്, ഇവരുടേതായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങളുണ്ട്, ഒപ്പം ഇവരുടെ ഉത്ഭവത്തിന് ഒരു കാരണവുമുണ്ട്. നമ്മുടെ ചീഫ് ജസ്റ്റിസായ ശ്രീ സൂര്യകാന്ത് വ്യാജ ഡിഗ്രിയും മറ്റും നേടി ലീഗൽ പ്രൊഫഷനെ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ട് അതിൽ തന്നെ സീനിയോറിറ്റി തുടങ്ങിയ കുറേയധികം തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കേസ് കേൾക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞതാണ്, ഒരു തൊഴിലുമില്ലാത്ത ചില ചെറുപ്പക്കാർ ഇങ്ങനെ പാറ്റകളെ പോലെയാണ്, അവർ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും, ഈ സിസ്റ്റത്തിനെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിൽ പല ആൾക്കാരും പിന്നീട് മീഡിയ ആക്ടിവിസ്റ്റുകളായി മാറുന്നു, സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളായി മാറുന്നു, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിവിസ്റ്റുകളായി മാറുന്നു എന്ന്. ഇത് എല്ലാ യുവാക്കളെയും കുറിച്ചല്ല പറഞ്ഞത് എന്ന് അടുത്ത ദിവസങ്ങളിലൊന്നിൽ അദ്ദേഹം വിശദീകരണവും നൽകിയിരുന്നു. ഇത് തന്നെയുമല്ല, പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഈ കേസ് തന്നെ 2-3 തവണ സുപ്രീം കോടതി പരിഗണിച്ച് തള്ളിയതിന് ശേഷം വീണ്ടും അവിടേക്ക് കൊണ്ടുവന്ന് സുപ്രീം കോടതിയുടെ സമയം പോലും മെനക്കെടുത്തുന്ന തരത്തിലുള്ള ഒരു കേസായിട്ട് അത് മാറിയിരുന്നു എന്നുള്ളതാണ് വസ്തുത. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നിരിക്കെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ കോക്രോച്ച് ജനതാ പാർട്ടി വലിയ വികാസം നേടിയത്. അതോടുകൂടി അത് മാധ്യമ ശ്രദ്ധ നേടുന്നു. ഇന്ത്യയിലെ മാധ്യമങ്ങൾ മാത്രമല്ല, അന്താരാഷ്ട്ര മാധ്യമങ്ങളും അതിനെ ശ്രദ്ധിക്കുന്നു. സത്യത്തിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പല പ്രഖ്യാപനങ്ങളും തികച്ചും ജനാധിപത്യ വിരുദ്ധവും അങ്ങേയറ്റം ഫാഷിസ്റ്റ് നിലവാരത്തിലുള്ളതുമാണ്. അതെന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം. ഇപ്പോൾ ഈ തലമുറയിലെ യുവാക്കളെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുണ്ടാവുക നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ള കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒരാവശ്യമാണ്. സത്യത്തിൽ അത് വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ആവശ്യം തന്നെയാണ്. കാരണം കൃത്യമായി നമ്മുടെ ഈ മത്സര പരീക്ഷകളൊക്കെ തന്നെ നടത്തുന്നതിന് കേന്ദ്ര സർക്കാരിന് കഴിയേണ്ടതാണ്, അതിനുള്ള ഏജൻസിക്ക് കഴിയേണ്ടതാണ്. അതിൽ തുടർച്ചയായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പിടിപ്പുകേട്, ഉത്തരവാദിത്തമില്ലായ്മ ഇതൊക്കെ ആരോപിക്കേണ്ടത് കേന്ദ്ര സർക്കാരിൽ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ അതായിരുന്നില്ല ഈ പാർട്ടിയുടെ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഈ പാർട്ടി സ്ഥാപിക്കപ്പെടുന്ന സമയത്ത് അവരുടേതായിട്ടുള്ള പ്രധാനപ്പെട്ട 4-5 പ്രഖ്യാപനങ്ങളുണ്ട്. അവരുടെ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയാവുന്ന ചില പ്രഖ്യാപനങ്ങൾ. ആ പ്രഖ്യാപനങ്ങളിലാണ് ബഹുഭൂരിപക്ഷത്തിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യ വിരുദ്ധവും അങ്ങേയറ്റം ഫാഷിസ്റ്റ് രീതിയിലുള്ളതുമായിട്ടുള്ള പല നിലപാടുകളും അവർ പ്രഖ്യാപിക്കുന്നത്. ഇവരെ വെള്ളപൂശുന്ന, ഇവരെ ന്യായീകരിക്കുന്ന പല ആൾക്കാരും, പല പ്രതിപക്ഷ പാർട്ടിയുടെ വക്താക്കളും ഈ കാര്യങ്ങളെയൊക്കെ തന്നെ കുട്ടികളല്ലേ, അവരുടെ അറിവില്ലായ്മ കൊണ്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുട്ടികളായിട്ടുള്ള ആൾക്കാർ മാത്രമല്ല ഈ മൂവ്മെൻറ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്നുള്ള ഒരു ആപ്തവാക്യം ഇവിടെ കൂടുതൽ പ്രസക്തവുമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. തന്നെയുമല്ല, BJPക്കും കേന്ദ്ര സർക്കാരിനും എതിരായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മുടെ നാട്ടിലുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾക്ക്, ഇന്ത്യ സഖ്യത്തിന് അങ്ങനെ ഒരു ഫലപ്രദമായിട്ടുള്ള പ്രതിരോധം കേന്ദ്ര സർക്കാരിനെതിരെ ഉയർത്താനായിട്ട് സാധിക്കുന്നില്ല എന്ന തരത്തിലുള്ള ഒരു വിമർശനം കൂടിയുണ്ട്. അതായത് അവർ ചലഞ്ച് ചെയ്യുന്നത് BJPയെയും കേന്ദ്ര സർക്കാരിനെയും ആണ് എങ്കിൽ അതിനേക്കാൾ കൂടുതൽ അവർ വിശ്വാസ്യത ചലഞ്ച് ചെയ്യുന്നത് ഇവിടുത്തെ പ്രതിപക്ഷത്തിനെയാണ് എന്നുള്ള കാര്യം മറക്കാനും പാടില്ല. ഇനി ഇവരുടെ ഓരോ പ്രഖ്യാപനത്തിലേക്ക് പോകാം. ഒന്നാമത്തെ പ്രഖ്യാപനം, അംബാനി, അദാനി തുടങ്ങിയ ആൾക്കാരുടെ മീഡിയ ലൈസൻസ് എത്രയും പെട്ടെന്ന് റദ്ദ് ചെയ്യണം. ഇങ്ങനെയുള്ള ഗോദി മീഡിയ, അതായത് നരേന്ദ്രമോദിയോട് താല്പര്യമുള്ള മീഡിയകളുടെ എല്ലാം സാമ്പത്തിക സ്രോതസ്സെല്ലാം തന്നെ അന്വേഷിക്കണം എന്നതിനെക്കുറിച്ചാണ് ഇവർ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ നാട്ടിൽ ഒരു മാധ്യമ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് വളരെ കൃത്യമായിട്ടുള്ള ലൈസൻസിങ് ടേമുണ്ട്. അത് പ്രിൻ്റ് മീഡിയമാണെങ്കിലും അഥവാ ഓൺലൈൻ മീഡിയമാണെങ്കിലും, ഇനി അതല്ല സാറ്റലൈറ്റ് ചാനലുകളാണെങ്കിലും. അംബാനിക്കും അദാനിക്കും ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ നിരവധിയാണ്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്പേസുകളിലും പ്രവർത്തിക്കുന്ന CNN ന്യൂസ് 18 പോലെ, CNBC പോലെ, NDTV പോലെയുള്ള ഏറ്റവും ജനശ്രദ്ധയെ ആകർഷിച്ചിരിക്കുന്ന മുഖ്യധാര ടെലിവിഷൻ മാധ്യമം ഉൾപ്പെടെ ഫസ്റ്റ് പോസ്റ്റ്, മണി കൺട്രോൾ തുടങ്ങിയ വളരെയധികം ജനശ്രദ്ധ നേടിയിരിക്കുന്ന മറ്റു പ്ലാറ്റ്ഫോമുകളിൽ ഉൾപ്പെടെ ഇവർക്കൊക്കെ തന്നെ വലിയ നിക്ഷേപങ്ങളുണ്ട്. അവരെല്ലാവരും തന്നെ പ്രവർത്തിക്കുന്നത് കൃത്യമായിട്ടുള്ള ലൈസൻസിങ് ടൈമിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മീഡിയ ലൈസൻസ് റദ്ദാക്കണമെങ്കിൽ അവരിവിടെയുള്ള മീഡിയയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിയമങ്ങൾ അവർ വയലേറ്റ് ചെയ്യണം. അതും ഒരു തവണ വയലേറ്റ് ചെയ്താൽ പോരാ, സാധാരണ തുടർച്ചയായി വയലേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവരുടെ ലൈസൻസ് റദ്ദാക്കുകയുള്ളൂ. ഉദാഹരണത്തിന്, അവരുടെ ലൈസൻസ് മറ്റൊരാളിന് അനധികൃതമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളത് മതിയായിട്ടുള്ള ഒരു കാരണമാണ്. അതേപോലെ മീഡിയ പോളിസികൾക്ക്, നമ്മുടെ നാട്ടിലെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കോണ്ടൻറ്റ് ഈ ഏത് മാധ്യമങ്ങൾ വഴിയും അവർ ക്യാരി ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ ലൈസൻസ് റദ്ദാക്കാനുള്ള മതിയായ കാരണമാണ്. അപ്പ് ലിങ്കിങ്ങിനും ഡൗൺ ലിങ്കിങ്ങിനും കുറേയധികം ഗൈഡ് ലൈൻസ് നമ്മുടെ നാട്ടിലുണ്ട്. അതിന് വിരുദ്ധമായിട്ട് ഇവർ പ്രവർത്തിച്ചാലും ലൈസൻസ് റദ്ദാക്കാൻ പറ്റും.
ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അവർക്കിവിടെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള എല്ലാവിധ അവകാശവുമുണ്ട്. കാരണം നമ്മുടെ ഭരണഘടന നൽകുന്ന അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യം അവർക്കും ബാധകമാണ്. എന്നാൽ ഞങ്ങൾക്ക് അംബാനിയെയും അദാനിയെയും ഇഷ്ടമല്ല, അതുകൊണ്ട് അവരുടെ മാധ്യമ സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കണം എന്ന് ഏകപക്ഷീയമായിട്ട് കോക്രോച്ച് ജനതാ പാർട്ടി പറയുമ്പോൾ അത് ജനാധിപത്യ വിരുദ്ധം മാത്രമല്ല, അങ്ങേയറ്റം ഫാഷിസ്റ്റ് തരത്തിലുള്ള ഒരു നിലപാടുമാകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എനിക്കിഷ്ടമല്ലാത്ത മാധ്യമങ്ങളെ മറ്റൊരു കാരണവുമില്ല എങ്കിലും അവരൊരു തരത്തിലുള്ള വയലേഷനും കൊണ്ടുവന്നിട്ടില്ല എങ്കിലും ഞാൻ അവരെയെല്ലാം ബഹിഷ്കരിക്കാനായിട്ട് ആഹ്വാനം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫാഷിസ്റ്റ് പ്രവണതയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഫാഷിസം എന്താണ് എന്ന് സ്കൂളിൽ പഠിച്ചിരിക്കുന്ന സാമാന്യ എഡ്യൂക്കേഷൻ മാത്രം മതിയാകും എന്നുള്ളതാണ് വസ്തുത. ഇനി മറ്റൊന്ന്, മോദിക്ക് താല്പര്യമുള്ള മാധ്യമങ്ങളുടെ അവരുടെ എഡിറ്റർമാരുടെയും മറ്റും ഫണ്ടിങ് സോഴ്സുകളൊക്കെ തന്നെ അന്വേഷിക്കണം എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, കേന്ദ്ര സർക്കാരിന് ദേശീയ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ എന്ന് തോന്നിയിരിക്കുന്ന തദ്ദേശീയവും വിദേശീയവുമായിട്ടുള്ള മാധ്യമങ്ങളെ EDA ഉപയോഗിച്ചും CBIയെ ഉപയോഗിച്ചുമൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് ഇതേ ആരോപണമാണ് പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിനും BJPക്കും എതിരെ ഉയർത്തിയത്. അതായത് അവർക്കിഷ്ടമല്ലാത്ത മാധ്യമ സ്ഥാപനങ്ങളെ അവർ ED, CBI തുടങ്ങിയ ആൾക്കാരെ അയച്ച് അവരുടെ സാമ്പത്തികമായിട്ടുള്ള സോഴ്സ് എല്ലാം തന്നെ അന്വേഷിക്കുന്നു, അത് ഏകാധിപത്യ പ്രവണതയാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി BJPയെ വിമർശിച്ചുകൊണ്ട് തന്നെ അവർക്കിഷ്ടമല്ലാത്ത മാധ്യമങ്ങളിലെല്ലാം തന്നെ ഇങ്ങനെ അന്വേഷണ ഏജൻസികളെ വിട്ട് അവരുടെ ഫൈനാൻഷ്യൽ സോഴ്സസ് എല്ലാം തന്നെ കൃത്യമായിട്ട് അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ അവരും ജനാധിപത്യപരമായിട്ടല്ല പെരുമാറുന്നത്. നരേന്ദ്രമോദിയോട് താല്പര്യമുള്ള മാധ്യമങ്ങളാണ് എന്നുള്ള ഒരു ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗോദി മീഡിയ എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്കിഷ്ടമല്ലാത്ത മാധ്യമ സ്ഥാപനങ്ങളുടെ എല്ലാം ഫണ്ടിങ് സോഴ്സ് അന്വേഷിക്കണം എന്നിവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇവരുടെ നിലപാടുകളിലുള്ള ഫാഷിസം ഇല്ലായ്മ എവിടെയാണ് എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഇപ്പോൾ തന്നെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് മരവിപ്പിച്ചിട്ടുണ്ട്, റദ്ദാക്കിയിട്ടുണ്ട് തുടങ്ങിയ പല വാർത്തകളും നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടി പറയുന്ന അതേ യുക്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിനെയും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം അവർക്ക് ഇഷ്ടമല്ലാത്ത മാധ്യമ സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുന്നതിന് വേണ്ടി, അവരുടെ ഫണ്ടിങ് സോഴ്സ് എന്താണ് എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി, അവരിവിടെ പ്രവർത്തിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരും തീരുമാനിച്ചാൽ അത് നിങ്ങളുടെ യുക്തി തന്നെയാണ് അവരും അപ്ലൈ ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി മറ്റൊന്ന്, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്ന് ഒരു MPയോ MLAയോ മറ്റൊരു പാർട്ടിയിലേക്ക് ഡിഫെക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അയാളെ 20 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിൽ നിന്നും മറ്റേതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റുകളിൽ ഇരിക്കുന്നതിൽ നിന്നും വിലക്കണം എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇവർക്കറിയാമോ ഇന്ത്യയിലൊരു ആൻറ്റി ഡിഫെക്ഷൻ ലോ ഉണ്ട് എന്ന്? നമ്മുടെ നാട്ടിൽ ഇതേപോലെ ഒരു MPയോ MLAയോ ഒക്കെ തന്നെ പാർട്ടി മാറുന്നതുമായി ബന്ധപ്പെട്ട് കൂറുമാറ്റ നിരോധന നിയമം ഇപ്പോൾ തന്നെ പാർലമെൻറ്റ് പാസ്സാക്കി നിലവിലിരിപ്പുണ്ട്. അതിന് പ്രകാരം ഒരു പാർട്ടിയിൽ നിന്ന് അതിൻ്റെ 2/3 അംഗങ്ങൾ മറ്റൊരു പാർട്ടിയിലേക്ക് മാറുകയോ പിന്തുണ പ്രഖ്യാപിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് കൂറുമാറ്റമായിട്ട് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. അതങ്ങേയറ്റം ലോജിക്കലുമാണ്. കാരണം ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ജനപ്രതിനിധികളിൽ 2/3 ഭാഗം മറ്റൊരു പാർട്ടിയെ പിന്തുണയ്ക്കാനായിട്ട് തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിലേക്ക് ലയിക്കാനായിട്ട് തീരുമാനിക്കുന്നു എന്ന് വെച്ചാൽ അതിനർത്ഥം അതാണ് ഇവിടുത്തെ ജനാധിപത്യം എന്നാണ്. 2/3 എന്ന് പറയുമ്പോൾ 67%. 100 അംഗങ്ങളുള്ളതിൽ 67 പേർ, അതായത് വലിയ മെജോറിറ്റി മറ്റൊരു ആശയത്തിലേക്കാണ് പോകാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്നത് എങ്കിൽ നിശ്ചയമായിട്ടും അതാണ് ആ ഗ്രൂപ്പിനുള്ളിലെ ജനാധിപത്യം. ആം ആദ്മി പാർട്ടിയുടെ 10 രാജ്യസഭാ MPമാരിൽ 7 പേരാണ് അടുത്തിടെ BJPയിലേക്ക് മാറിയത്. അവിടെയും അത് 70%. അതായത് ആ പാർട്ടിയുടെ ഉള്ളിലെ ജനാധിപത്യത്തിൻ്റെ സ്വരം എന്നത് അവരുടെ ലോയൽറ്റി ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. എങ്കിൽ അതാണ് ജനാധിപത്യം എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾ ആൻറ്റി ഡിഫെക്ഷൻ ലോ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് അറിയേണ്ടത്. വീണ്ടും ഇവർക്ക് നിയമത്തിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ബോധവുമില്ല. തന്നെയുമല്ല, ഒരു പാർട്ടിയുടെ ഉള്ളിലെ ജനാധിപത്യം എങ്ങനെയാണോ മാനിക്കപ്പെടേണ്ടത് അതങ്ങനെ മാനിക്കപ്പെടേണ്ട എന്നാണ് ഇവർ പറയുന്നത്. അതും ജനാധിപത്യപരമായിട്ടുള്ള ഒരു നടപടിയല്ല, മറിച്ച് ഫാഷിസത്തിൻ്റെ രീതികളാണ് അത് കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി ഇവർ പറയുന്ന ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ SIRും മറ്റും നടക്കുന്നുണ്ട്, വോട്ടർ പട്ടിക ശുദ്ധീകരണം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഒരാളുടെ വോട്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ UAPA ചുമത്തി അയാളെ ശിക്ഷിക്കണം എന്നാണ് പറയുന്നത്. അതായത് അങ്ങനെ ഒരാളിൻ്റെ വോട്ട് നഷ്ടപ്പെടുത്തുന്നു എന്ന് പറയുന്നത് തീവ്രവാദമാണ് എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ കോക്രോച്ച് ജനതാ പാർട്ടി മനസ്സിലാക്കാത്തത്, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഒരു പേന എടുത്തിട്ട് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കി തനിക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരുടെ പേര് വെട്ടിക്കളയുകയല്ല ചെയ്യുന്നത്. മറിച്ച് അവർക്ക് ലെജിറ്റിമേറ്റ് വോട്ടറാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയുടെ മാർഗ്ഗനിർദ്ദേശത്തെ തുടർന്ന് വന്നിരിക്കുന്ന ഏതാണ്ട് 1 ഡസൻ രേഖകളിൽ പലതും സമർപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ലെജിറ്റിമേറ്റ് ആണ് വോട്ടർ എന്നുള്ള ഒരു സ്റ്റാറ്റസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് കഴിയും.
അത് പലയിടങ്ങളിലും കഴിയാത്തത് കൊണ്ടാണ് പല ആൾക്കാരും ഈ വോട്ടേഴ്സ് ലിസ്റ്റിന് പുറത്തു പോയിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കേരളത്തിലും SIR വഴി പുറത്തു പോയത്, ബംഗാളിലും അതേപോലെ തന്നെയാണ്. തന്നെയുമല്ല, ഇത് ഇലക്ഷൻ കമ്മീഷണറും അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥരും ചേർന്ന് മാത്രം തീരുമാനിക്കുന്ന ഒരു നടപടിയുമല്ല. അതുമായി ബന്ധപ്പെട്ട് വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സുണ്ട്. അതിൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഇടപെടുന്നുമുണ്ട്. ഉദാഹരണത്തിന് ബൂത്ത് ലെവൽ ഏജൻറ്റുമാരെ ബൂത്ത് ലെവൽ ഓഫീസറായി സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നിയമിക്കുന്നത് അതാത് രാഷ്ട്രീയ പാർട്ടികളാണ്. അതിനുശേഷം എന്യൂമറേഷൻ ഫോമിൻ്റെ കളക്ഷൻ നടത്തുന്നത് അവരാണ്. അതുമായി ബന്ധപ്പെട്ട വെരിഫിക്കേഷൻ, അതിലേതെങ്കിലും തരത്തിലുള്ള ഒമിഷൻ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള അപ്പീലുകൾ തയ്യാറാക്കുക, അവസാനം കരട് വോട്ടർ പട്ടിക ഉൾപ്പെടെയുള്ള പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന വോട്ടർ പട്ടികയെല്ലാം തന്നെ പരിശോധിക്കുക, ആക്ഷേപങ്ങളുണ്ടെങ്കിൽ അത് പറയുക, ഇതെല്ലാം ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ട് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാത്രമായിട്ട് അവിടെ ഇരുന്ന ആൾക്കാരുടെ പേര് വെട്ടിക്കളയുകയാണ് എന്ന മട്ടിൽ ചിന്തിച്ചാൽ വീണ്ടും അവർക്ക് ഈ പ്രോസസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് അറിയില്ല. ഒരു ജനാധിപത്യ പ്രക്രിയയിൽ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നതിനെക്കുറിച്ച് അറിയില്ല. ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ട് ആൾക്കാർ ഏതൊക്കെ തരത്തിലുള്ള ചുമതലകളാണ് നിറവേറ്റുന്നത് എന്നതിനെക്കുറിച്ച് അറിയില്ല. പകരം അവിടെയും ഫാഷിസത്തിൻ്റെ രീതി പ്രദർശിപ്പിച്ചുകൊണ്ട് ഇതിനെ തീവ്രവാദ പ്രവർത്തനമായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ മേൽ UAPA ചുമത്തിക്കൊണ്ട് അദ്ദേഹത്തിനെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞാൽ വീണ്ടും പറയേണ്ടി വരുന്നു, അത് ജനാധിപത്യ ബോധമല്ല, ഫാഷിസമാണ് കാണിക്കുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. ഇനി മറ്റൊന്ന്, ഏതെങ്കിലും ഒരു ചീഫ് ജസ്റ്റിസ്, അത് ഹൈക്കോടതിയുടേതാണോ സുപ്രീം കോടതിയുടേതാണോ എന്ന് പറയുന്നില്ല, അവർ റിട്ടയർ ആയതിനു ശേഷം അവർക്ക് രാജ്യസഭാ പോസ്റ്റുകളൊന്നും തന്നെ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, രഞ്ജൻ ഗൊഗോയ് ഇതേപോലെ ചീഫ് ജസ്റ്റിസ് ആയതിനു ശേഷം റിട്ടയറായി. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു കവറ്റഡ് പൊസിഷൻ രാജ്യസഭ MP ആയിട്ട് കിട്ടുന്നു. അതിനെക്കുറിച്ചാണ് ഈ വിമർശനം. എന്നാൽ ഇവർക്ക് വീണ്ടും അറിയാത്തത് ഇതിൻ്റെ ചരിത്രമാണ്. 1958 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആ റോളിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് കവറ്റഡ് പൊസിഷൻസ്, അമേരിക്കയിലെയും UK ഒക്കെ അംബാസഡറായിട്ട്, ഹൈക്കമ്മീഷണറായിട്ട് ഒക്കെയുള്ള നിയമനം, അതിനുശേഷം രാജ്യസഭ വഴി നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, വിദേശകാര്യമന്ത്രി തുടങ്ങിയ പൊസിഷനുകളിലേക്കൊക്കെ തന്നെ ഒരാളിനെ എലിവേറ്റ് ചെയ്യുന്നത്. MC ഛാഗ്ല എന്നാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്താണ് അദ്ദേഹത്തിന് ഈ തരത്തിലുള്ള പല ബഹുമതികളും നൽകിയിരുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഇനി മറ്റൊരാൾ ജസ്റ്റിസ് ബഹാറുൽ ഇസ്ലാമാണ്. അദ്ദേഹം ഒരു MP ആയിരുന്നു. അവിടെ നിന്ന് രാജിവെച്ച് അദ്ദേഹം കോടതിയിലേക്ക് വരുന്നു. കോടതികളുടെ ചീഫ് ജസ്റ്റിസ് ആകുന്നു ഗൗഹാട്ടിയിലും മറ്റും. അതിനുശേഷം പിന്നീട് റിട്ടയർ ആകുന്നു. റിട്ടയർ ആയതിനു ശേഷം അദ്ദേഹത്തിനെ വളരെ അൺയൂഷ്വലായിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ജഡ്ജായിട്ട് എലിവേറ്റ് ചെയ്യുന്നു. അദ്ദേഹം വീണ്ടും അത് രാജിവെച്ചതിന് ശേഷം രാജ്യസഭ വഴി കോൺഗ്രസിൻ്റെ നോമിനിയായിട്ട് വീണ്ടും MP ആയി മാറുന്നു. ഇതിന് എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം എന്നാണ് പറയുന്നത് എന്നതിനെക്കുറിച്ചും കോക്രോച്ച് ജനതാ പാർട്ടി പറയേണ്ടതാണ്. ഇനി മറ്റൊരാൾ രംഗനാഥ് മിശ്രയാണ്. രംഗനാഥ് മിശ്രയാണ് ഈ ആൻറ്റി സിഖ് റൈറ്റ്സ്, സിഖ് വിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് ക്ലീൻ ചിറ്റ് നൽകുന്നത്. അങ്ങനെ ക്ലീൻ ചിറ്റ് നൽകിയതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിനെ നമ്മൾ കാണുന്നത് രാജ്യസഭ MP ആയിട്ടാണ്. ഇതിൽ തന്നെ ബഹാറുൽ ഇസ്ലാം ബീഹാറിലെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് സ്കാൻഡൽ ഉണ്ടാകുന്ന സമയത്ത് അതിൽ ഇൻവോൾവ് ചെയ്തിരുന്ന പഴയ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ജഗന്നാഥ് മിശ്രയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകിയതിന് ശേഷമാണ് പിന്നീട് അദ്ദേഹത്തിന് രാജ്യസഭാ ടിക്കറ്റ് കിട്ടുന്നത് എന്നുള്ളതും രസകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ കാലങ്ങളായിട്ട് പല രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം ഇങ്ങനെ സുപ്രീം കോടതിയിൽ നിന്നോ മറ്റേതെങ്കിലും ഹൈക്കോടതിയിൽ നിന്നോ ചീഫ് ജസ്റ്റിസായിട്ട് വിരമിക്കുന്ന ഒരാളിന് പിന്നീട് മറ്റൊരു തരത്തിലുള്ള പൊസിഷനുകളും കൊടുക്കാൻ കഴിയില്ല എന്നെങ്ങും പറയുന്നില്ല. വേണമെങ്കിൽ ഇവരൊക്കെ തന്നെ പലതരത്തിലുള്ള ജഡ്ജ്മെൻറ്റുകൾ ഭരിക്കുന്ന ആൾക്കാരെ ഫേവർ ചെയ്തുകൊണ്ട് ഇറക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു കൂൾ ഓഫ് പീരീഡ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു പെർമനൻറ്റ് ബാൻ കൊടുക്കുകയോ ഒക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ പല മേഖലകളിൽ നിന്ന് രാജ്യസഭയിലെത്തുന്ന ആൾക്കാർക്ക് അവിടെ യാതൊരു വിധത്തിലുള്ള ഇൻവോൾവ്മെൻറ്റുകളുമില്ല. അവരുടെ ഹാജർ അവിടെ വളരെ കുറവാണ്. അവർ ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല എന്നതിൻ്റെ പേരിലെല്ലാം തന്നെ കടുത്ത വിമർശനം നേരിടുന്നുണ്ട്. ഉദാഹരണത്തിന് സിനിമക്കാർ, ചിന്തയെ സ്വാധീനിക്കാനായിട്ട് കഴിയുന്ന ഒരു മേഖലയാണ് ഈ സിനിമാ മേഖല എന്ന് നമുക്കറിയാം. അവിടെ നിന്ന് എത്രയോ ആൾക്കാരാണ് രാജ്യസഭയിൽ വരുന്നത്. അതിൽ പല ആൾക്കാരുടെയും അവിടുത്തെ ഹാജർ നില വളരെ കുറവാണ്. പലരും ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല. ഇത് കോൺഗ്രസും BJPയും ഉൾപ്പെടെയുള്ള പല പാർട്ടികളിൽ നിന്നും രാജ്യസഭയിലേക്ക് എത്തുന്ന പല ആൾക്കാരുടെയും രീതി ഇത് തന്നെയാണ്. അപ്പോൾ നല്ല ഗവേണൻസ് എന്നുള്ള ഒരു കാര്യമാണ് കോക്രോച്ച് ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇങ്ങനെ അക്കൗണ്ടബിളായിട്ട് ആൾക്കാരവിടെ പെരുമാറണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു പ്രധാനം. അത് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. മറിച്ച് അവർക്ക് തോന്നുന്ന ഒരു കാര്യം അത് നിയമമായിട്ട് നടപ്പാക്കണം എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ലോജിക്കൊന്നും തന്നെ പറയാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ അത് വീണ്ടും ഫാഷിസ്റ്റ് നടപടികൾ മാത്രമാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യത്തിലെ പ്രതിപക്ഷ കക്ഷികൾക്ക് BJPക്കെതിരെ ഫലപ്രദമായിട്ടുള്ള ഒരു പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി, അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടി കഴിയുന്നില്ല എന്നുള്ളൊരു ചിന്ത
നമ്മുടെ നാട്ടിലെ യുവാക്കളുടെ ഇടയിൽ വളരെ വ്യാപകമായിട്ടുള്ളത് കൊണ്ടാവും കോൺഗ്രസിന് കിട്ടുന്നതിനേക്കാൾ മറ്റുള്ള ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പിന്തുണ ഒരു ചെറിയ കാലയളവിനുള്ളിൽ തന്നെ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന സോഷ്യൽ മീഡിയ മൂവ്മെൻറ്റിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് എന്നതിനപ്പുറത്തേക്ക് പ്രതിപക്ഷ കക്ഷികളുടെ കഴിവില്ലായ്മയാണ് അത് എക്സ്പോസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവസാനമായി പറയാനുള്ളത്, യുക്തിസഹമായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനാധിപത്യ പ്രക്രിയയിൽ കഴിയുമെങ്കിൽ ഇടപെടുക കൂടി ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഫലപ്രദമായിട്ടുള്ള ഒരു ഓപ്പോസിഷൻ വോയിസ് എന്ന രീതിയിലേക്ക് പ്രവർത്തിക്കുന്നതിന് പകരം യാതൊരു വിധത്തിലുള്ള അന്തവും കുന്തവുമില്ലാത്ത, ഞങ്ങൾക്കിഷ്ടമല്ലാത്ത എല്ലാത്തിനെയും നിരോധിക്കണം, ഞങ്ങൾക്കിഷ്ടമില്ലാത്തതൊന്നും തന്നെ ഇവിടെ നടപ്പാക്കാൻ പാടില്ല എന്നുള്ള ഫാഷിസ്റ്റ് പ്രവണതയുമായി കോക്രോച്ച് ജനതാ പാർട്ടിക്ക് സർവൈവ് ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഇത് അതിശക്തമായ മൂല്യങ്ങളുള്ള ഭരണഘടനയുള്ള ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നടപ്പാക്കണം എന്നുണ്ടെങ്കിൽ അതത്ര എളുപ്പമല്ല. കാരണം അതിൽ പലതും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്ന നമ്മുടെ അവകാശങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ കൂറ പാർട്ടിക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുക, എന്താണ് ഇന്ത്യൻ ജനാധിപത്യം എന്ന് മനസ്സിലാക്കുക, ഭരണഘടന നൽകുന്ന മൗലിക അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ജനാധിപത്യപരമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറയുക. അതല്ലാതെ ഫാഷിസ്റ്റ് മനോനില കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു ചുക്കും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് മാത്രം നിങ്ങളോട് വിനീതമായി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.